പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദളിത് സാഹിത്യത്തിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദളിത് സാഹിത്യത്തിന് 2ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബ്രാഹ്മണ സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയോടുള്ള എരിയുടെ പ്രതികരണം എന്തായിരുന്നു? കീഴാള പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഉൽപ്പന്നമാണ് കേരള നവോത്ഥാനം എന്ന നവീന ചിന്ത പങ്കുവയ്ക്കുന്ന നോവലാണ് എരി. കീഴാള പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഉൽപ്പന്നമാണ് കേരള നവോത്ഥാനം എന്ന നവീന ചിന്ത പങ്കുവയ്ക്കുന്ന നോവലാണ് എരി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാങ്കല്പിക കഥാപാത്രമായ പറയൻ എരി നേടുന്ന ആത്മബോധത്തിലൂടെ ദളിത് സ്വത്താന്വേഷണവും പ്രതിഷ്ഠാപനവുമാണ് പ്രദീപൻ പാമ്പനിക്കുന്ന് തൻ്റെ എരി എന്ന നോവലിൽ നിർവഹിക്കുന്നത്. ഈ നോവൽ പറയനാർപുരം എന്ന സാങ്കല്പിക ദേശത്തെ വാമൊഴികളിൽ അത്ഭുതമായി നിറയുന്ന പറയൻ എരിയുടെ ജീവിതമാണ്. പറയനാർപുരം എന്ന സാങ്കല്പിക ദേശത്തെ വാമൊഴികളിൽ അത്ഭുതമായി നിറയുന്ന പറയൻ എരിയുടെ ജീവിതമാണ്. കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട് ജീവിക്കേണ്ടി വന്ന കീഴാള ജനതയുടെ ആത്മബോധത്തിൻ്റെ രൂപമായിട്ടാണ് എരിയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട് ജീവിക്കേണ്ടി വന്ന കീഴാള ജനതയുടെ ആത്മബോധത്തിൻ്റെ രൂപമായിട്ടാണ് എരിയെ അദ്ദേഹം ഈ നോവലിൽ അവതരിപ്പിക്കുന്നത്. അയാൾ ശ്രീനാരായണ ഗുരുവിന് മുമ്പേ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിലൂടെ സാമ്പ്രദായിക ചരിത്രത്തെ മാറ്റി എഴുതാനാണ് നോവലിസ്റ്റ് ശ്രമിക്കുന്നത്. കീഴാള ജനതയും ജീവിതവും ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന തിരിച്ചറിവാണ് എരിയുടെ അത്ഭുത കഥകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബ്രാഹ്മണ സ്ത്രീ എരിയോട് സഹായം ചോദിക്കുന്നു. 20ാം വയസ്സിൽ അവർക്ക് 60കാരനെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. 20ാമത്തെ വയസ്സിൽ ഒരു 60കാരനെയാണ് അന്തർജനം വിവാഹം ചെയ്തത്. അയാളുടെ മരണത്തിൻ്റെ അടുത്ത ദിവസം അവർ എരിയെ വിളിച്ച് തന്നെ വശീകരിച്ച് ചരൽക്കല്ലെറിഞ്ഞ് ഭ്രഷ്ടയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അയാൾ മരിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് അവർ എരിയെ വിളിക്കുന്നത്. തന്നെ വശീകരിച്ച് ചരൽക്കല്ലെറിഞ്ഞ് ഭ്രഷ്ടയാക്കാൻ ആവശ്യപ്പെട്ടു. അതൊരു പുലാപ്പിടി എന്ന് പറയുന്ന ആചാരമാണ് അത് കേട്ടോ. ഭ്രഷ്ടയായിട്ടാണെങ്കിലും ദുരിത ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന ബ്രാഹ്മണ സ്ത്രീയുടെ നിസ്സഹായത. അപ്പോൾ ഭ്രഷ്ടയായിട്ടാണെങ്കിലും ദുരിത ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന ആ ബ്രാഹ്മണ സ്ത്രീയുടെ നിസ്സഹായത. എന്നാൽ എരി അവളെ ഭ്രഷ്ടയാക്കുന്നില്ല. അയാളുടെ നീതിബോധം അതിനയാളെ അനുവദിക്കുന്നില്ല. അവളുടെ ദയനീയതയോ സൗന്ദര്യമോ അയാളുടെ മനസ്സ് ഇളക്കിയില്ല. എൻ്റെ കുടിലിൽ എൻ്റെ പരമ്പരയുടെ ദുരിതമുണ്ട്. എൻ്റെ കുടിലിൽ എൻ്റെ പരമ്പരയുടെ ദുരിതമുണ്ട്. അവരുടെ നിലവിളിയുണ്ട്. അവയ്ക്ക് മുകളിൽ ഞാൻ മറ്റൊരു പാരമ്പര്യത്തെ സ്ഥാപിക്കില്ല. അവരുടെ നിലവിളിയുണ്ട്. അവയ്ക്ക് മുകളിൽ ഞാൻ മറ്റൊരു പാരമ്പര്യത്തെ സ്ഥാപിക്കില്ല എന്നായിരുന്നു എരിയുടെ മറുപടി. ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലിൻ്റെ സാമൂഹിക പ്രസക്തി എന്ത്? പുലയരുടെ സുഖ ദുഃഖങ്ങളും അനുഭവങ്ങളുമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു TKC വഴുതല. ജാതി എന്ന സത്യത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്ത ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പം ജാതി വ്യവസ്ഥയുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് TKC വഴുതല തൻ്റെ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നു. മുതലാളിത്തത്തിൻ്റെ പിടിയിൽ നിന്നും പുലയ സമുദായം മോചനം നേടണമെന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മുതലാളിത്തത്തിൻ്റെ പിടിയിൽ നിന്നും പുലയ സമുദായം മോചനം നേടണമെന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒട്ടനവധി എഴുത്തുകാരെ പോലെ അനേകം ഉത്കൃഷ്ടമായ രചനകൾ നടത്തിയിട്ടും അർഹമായ പരിഗണന കിട്ടാതെ പോയ ഒരു എഴുത്തുകാരനാണ് TKC വഴുതല. ചെറുകഥ, നോവൽ, പ്രബന്ധം, ജീവചരിത്രം, ഗദ്യകവിത, തർജ്ജമ എന്നിങ്ങനെ നിരവധി സാഹിത്യശാഖകളിലായി 20ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായി ലഭിച്ചിട്ടുണ്ട്. സംക്രാന്തി അട, ജാതിയൻ്റെ, ജീവിതത്തിൻ്റെ താളം, പുതിയ അടവ്, TKCയുടെ തിരഞ്ഞെടുത്ത കഥാസമാഹാരങ്ങൾ, ചാരിത്രവതി,
പെൺ ചെന്നായ എന്നിങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദളിത് സാഹിത്യത്തിൻ്റെ ഉത്തമ മാതൃകകൾ കലാമൂല്യത്തോടും അനുഭവക്കരുത്തോടും മലയാളത്തിൽ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് ആയിട്ടുണ്ട്. അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ ദളിത് ജനത അനുഭവിച്ച ചൂഷണവും വിവേചനവുമെല്ലാം തൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും അദ്ദേഹം രേഖപ്പെടുത്തി. അരനൂറ്റാണ്ട് മുമ്പത്തെ കേരളത്തിലെ ദളിത് ജനത അനുഭവിച്ച ചൂഷണവും വിവേചനവുമാണ് അദ്ദേഹം തൻ്റെ കഥകളിലും നോവലുകളിലും ആവിഷ്കരിച്ചത്. മലയാള സാഹിത്യത്തിൽ ദളിത് സാഹിത്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് TKC ദളിത് ജീവിതത്തെ തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചതെന്ന് ഓർക്കണം. മലയാള സാഹിത്യത്തിൽ ദളിത് സാഹിത്യം എന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദളിതൻ്റെ ജീവിതം അദ്ദേഹം തൻ്റെ നോവലിൽ ആവിഷ്കരിച്ചത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജന്മികൾ ചൂഷണം ചെയ്തിരുന്ന പുലയ സമുദായത്തിൻ്റെ സംഘടിത ശ്രമത്തെ എടുത്തു കാണിക്കുന്ന നോവലാണ് ചങ്ങലകൾ നുറുങ്ങുന്നു. 1979 അദ്ദേഹം ഈ നോവൽ എഴുതിയത്. ഒന്നുകൂടി പറയാം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജന്മികൾ ചൂഷണം ചെയ്തിരുന്ന പുലയ സമുദായത്തിൻ്റെ സംഘടിത ശ്രമത്തെ എടുത്തു കാണിക്കുന്ന നോവലാണിത്. സമുദായത്തിൻ്റെയും തൻ്റെയും ജീവിതാനുഭവത്തിൻ്റെ തീച്ചൂളയിൽ ഉരുക്കിയെടുത്ത കഥകളാണ് TKCയുടേത്. സ്വന്തം സമുദായത്തിൻ്റെയും തൻ്റെയും ജീവിതാനുഭവത്തിൻ്റെ തീച്ചൂളയിൽ ഉരുക്കിയെടുത്ത കഥകളാണിത്. അതിന് അനന്യവും അനുഭവവുമായ ലാവണ്യവും രുചിഭേദത്തിൻ്റെ നിറവും കാണാം. എന്തുകൊണ്ടാണ് ഈ കറുത്ത മക്കളുടെ ജീവിതം എന്ന മണ്ണിൽ നല്ല പശിമയുണ്ടായിട്ടും അതിൽ നിന്ന് വളരെയേറെ നല്ല കൃതികൾ മുളച്ചു വരാതിരുന്നത്? ഉത്തരം ലളിതമാണ്. മണ്ണുണ്ടായാൽ മാത്രം പോരാ, അതിൽ വിത്ത് വിതയ്ക്കാൻ അറിയാവുന്ന കർഷകനും ഉണ്ടാകണം. കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളെപ്പറ്റി കണ്ടറിവും കേട്ടറിവും മാത്രം പോരാ, കൊണ്ടറിവും കൂടി ഉണ്ടാവണം. ആ വർഗത്തിൽ തന്നെ പിറന്ന് വളരുന്നത് കൊണ്ടറിവിന് മൂർച്ച കൂട്ടും. ഇത് ഡോക്ടർ M. ലീലാവതി ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലിൻ്റെ അവതാരികയിൽ എഴുതിയതാണ്. ഒന്നുകൂടി പറയാം, എന്തുകൊണ്ടാണ് ഈ കറുത്ത മക്കളുടെ ജീവിതം എന്ന മണ്ണിൽ നല്ല പശിമയുണ്ടായിട്ടും അതിൽ നിന്ന് വളരെയേറെ നല്ല കൃതികൾ മുളച്ചു വരാതിരുന്നത്? ഉത്തരം ലളിതമാണ്. മണ്ണുണ്ടായാൽ മാത്രം പോരാ, അതിൽ വിത്ത് വിതയ്ക്കാൻ അറിയാവുന്ന കർഷകനും ഉണ്ടാകണം. കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളെപ്പറ്റി കണ്ടറിവും കേട്ടറിവും മാത്രം പോരാ, കൊണ്ടറിവും ഉണ്ടാവണം. ആ വർഗത്തിൽ പിറന്ന് വളരുന്നത് കൊണ്ടറിവിന് മൂർച്ച കൂട്ടും. സ്വാതന്ത്ര്യ സമര കാലത്താണ് ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലിൻ്റെ കഥ നടക്കുന്നത്. അക്കാലത്തെ കേരളീയ സമൂഹത്തിൻ്റെ സ്വഭാവം വളരെ വിചിത്രമായിരുന്നു. ഒരു ഭാഗത്ത് ദേശാഭിമാനികളായ ജനങ്ങൾ പതാകയും ഏന്തി ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ നാടെങ്ങും എത്തിക്കുന്നു. മറുഭാഗത്ത് കേരള മണ്ണിൽ ജാതിയുടെയും മതത്തിൻ്റെയും അനാചാരങ്ങളുടെയും പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്നു. മേലാളനും കീഴാളനും തമ്മിൽ, മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ശത്രുത നിലനിൽക്കുന്നു. എവിടെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്നു. ഇവരുടെ ഇടയിലേക്ക് ക്രിസ്ത്യാനികളായ ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നു. അവർ തമ്പുരാക്കന്മാരുടെ നിലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നു. അവിടുത്തെ പണിക്കാരോട് ക്രൂരമായി പെരുമാറുന്ന രീതിയാണ് ക്രിസ്ത്യൻ മുതലാളിമാർ പുലർത്തിയിരുന്നത്. മൃഗങ്ങൾക്ക് നൽകുന്ന ഒരു പരിഗണന പോലും അവർ മനുഷ്യന് നൽകിയിരുന്നില്ല. പള്ളിവാതുക്കൽ വറുതച്ചൻ്റെ 100 പറക്കണ്ടം നോക്കി നടത്തിയിരുന്ന പുലയ മൂപ്പനായ കണ്ടാരി, പുലയ മൂപ്പന് സ്വന്തം കൂലിക്ക് പുറമെ വരുന്നെല്ല് കൂടി അധികമായി കിട്ടും. അതുകൊണ്ട് പുലയ മൂപ്പൻ മുതലാളിമാരോട് കൂറുള്ളവനായിരുന്നു. എന്നാൽ കണ്ടാരി ഇങ്ങനെയുള്ള ഒരു ആളെ ആയിരുന്നില്ല. അയാൾക്ക് നല്ല വിവേചന ശക്തി ഉണ്ടായിരുന്നു. തൻ്റെ മകനായ കണ്ണപ്പനെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കണ്ടാരി മകനെ കൃഷ്ണൻ മാഷിൻ്റെ സ്കൂളിൽ പഠിക്കാൻ ചേർക്കുന്നു. ആരെയും തൊട്ട് അശുദ്ധമാക്കരുത് എന്ന അധ്യാപകൻ്റെ ആജ്ഞ. മകൻ്റെ ദുഃഖം മനസ്സിലാക്കിയ കണ്ടാരി ഒരു ഗവൺമെൻറ് ഉത്തരവ് സംഘടിപ്പിച്ചു. ഈ ഉത്തരവ് കണ്ണപ്പന് പ്രത്യേകം ഇരിപ്പിടം കിട്ടാൻ സഹായിക്കുന്നു. ഇത് കണ്ടാരിയുടെയും കണ്ണപ്പൻ്റെയും പുലയ സമൂഹത്തിൻ്റെയും കൂടി വിജയമായി. ഈ നോവലിൻ്റെ മുഖ്യപ്രമേയം സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും പുലയരുടെ കലാപവും തൊഴിലാളി മുതലാളി പോരാട്ടവുമാണ്. സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും പുലയരുടെ കലാപവും തൊഴിലാളി മുതലാളി പോരാട്ടവുമാണ്. ദളിത് പക്ഷത്തു നിന്നുള്ള നോട്ടവും
ദളിത് അനുഭവങ്ങളുടെ പകർത്തലും നോവലിനെ ദളിത് സാഹിത്യ നിരയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദളിത് ജീവിതത്തെ കേവലം പ്രമേയവൽക്കരിക്കുകയായിരുന്നില്ല TKC വഴുതല, മറിച്ച് സംഘർഷഭരിതമായ ദളിത് ജീവിതത്തെ അതിൻ്റെ രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി ആവിഷ്കരിക്കുകയായിരുന്നു. ഇവിടെ ദളിത് ജീവിതത്തെ കേവലം പ്രമേയവൽക്കരിക്കുകയായിരുന്നില്ല, മറിച്ച് സംഘർഷഭരിതമായ ദളിത് ജീവിതത്തെ അതിൻ്റെ രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം. തോട്ടിയുടെ മകനെ തോട്ടിയാക്കുന്നത് സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അപഗ്രഥിക്കുക. നഗരത്തിലെ മാലിന്യങ്ങളിൽ പുഴുക്കളെപ്പോലെയും കൃമികളെപ്പോലെയും ഉരുണ്ട് പിരണ്ട് കഴിയുന്ന ഒരു വിഭാഗം ജനതയുടെ ജീവിത കഥ പറയുന്ന നോവലാണ് തകഴി ശിവശങ്കരപിള്ളയുടെ തോട്ടിയുടെ മകൻ. ഈ നഗരമാലിന്യങ്ങളിൽ കഴിയുന്നവരെ മനുഷ്യനായി ആരും അംഗീകരിച്ചിരുന്നില്ല. പരിഷ്കൃത സമൂഹം അവരെ മനുഷ്യജന്മമായി അംഗീകരിക്കാൻ തയ്യാറായില്ല. തോട്ടികൾ അനുഭവിക്കുന്ന അടിമത്തവും ആതുരതകളും അവശതകളുമാണ് ഈ നോവലിൻ്റെ പ്രധാന പ്രമേയം. തോട്ടികൾ അനുഭവിക്കുന്ന അടിമത്തവും ആതുരതകളും അവശതകളും. ഇശുക്കുമുത്ത് തൻ്റെ അന്ത്യകാലത്ത് പാട്ടയും മമ്മട്ടിയും മകനെ ഏൽപ്പിച്ച് അയാളുടെ ജീവിതാഭിലാഷം പറയുന്നുണ്ട്. ഇശുക്കുമുത്ത് തൻ്റെ അന്ത്യകാലത്ത് പാട്ടയും മമ്മട്ടിയും മകനെ ഏൽപ്പിക്കുന്നു. അയാളുടെ ജീവിതാഭിലാഷം അതായിരുന്നു, തൻ്റെ മകനെ തോട്ടിയാക്കുക, മകനെ തൻ്റെ പിൻഗാമിയാക്കുക. ഒരു തോട്ടിയാകുന്നതിൽ ചുടലമുത്തുവിന് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ ജോലിയിൽ പൊരുത്തപ്പെടാൻ സമയം വേണ്ടി വന്നു. ചുടലമുത്തുവിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല തോട്ടിയായി മാറാൻ. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ജോലിയുമായി പൊരുത്തപ്പെടാൻ അവന് സമയമേറെ എടുക്കേണ്ടി വന്നു. അതിനാൽ തന്നെ മറ്റു തോട്ടികളുമായി അല്പം അകലം പാലിച്ചാണ് അവൻ കഴിഞ്ഞിരുന്നത്. മേലാളരുടെ ജീവിതം സ്വപ്നം കണ്ട അവൻ അവരുടെ രീതികൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തോട്ടികൾ ഉണ്ടാക്കിയ ആദ്യ സംഘത്തിൻ്റെ സംഘാടകൻ ആവുകയും മുനിസിപ്പൽ ഭരണക്കാർക്ക് വേണ്ടി അത് പൊളിക്കുകയും ചെയ്തു. അവൻ സ്നേഹിച്ച പെണ്ണിനെ പങ്കാളിയായി സ്വീകരിക്കുന്നു. പക്ഷേ അവളും മറ്റുള്ളവരുമായി കൂടുതൽ സഹകരിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. മദ്യപാനവും അതുപോലെ തന്നെ ദുർനടപടികളുമില്ലാത്ത ചുടലമുത്തുവിൻ്റെ കയ്യിൽ ധാരാളം പണം മിച്ചമുണ്ടായിരുന്നു. തോട്ടികൾ മുട്ടുവരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ മുതലും പലിശയും ചേർത്ത് മുത്തുവിന് അത് തിരിച്ചു കൊടുക്കണം. ഒരു വീടും പറമ്പും വാങ്ങണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. അത് മനസ്സിലാക്കിയ ഓവർസിയർ പണം പ്രസിഡന്റിനെ ഏൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. തൻ്റെ കയ്യിൽ നിന്നും കുറേ പണം കൂട്ടിയിട്ട് വീടും പറമ്പും വാങ്ങിക്കൊടുക്കാമെന്ന് പ്രസിഡന്റ് ഉറപ്പ് പറഞ്ഞു. അവൻ്റെ സമ്പാദ്യം മുഴുവൻ പ്രസിഡന്റ് കയ്യിലേക്ക് ഒഴുകി. ചുടലമുത്തു ഓവർസിയറുടെയും പ്രസിഡന്റിൻ്റെയും സ്വന്തമാണെന്ന ധാരണ തോട്ടികളുടെ ഉള്ളിൽ വളർന്നു. തോട്ടികൾക്ക് എത്ര രൂപ ശമ്പളമുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. തുക കൃത്യമായി പറയുകയില്ല. കൊടുക്കുന്നത് വാങ്ങുകയാണ് പതിവ്. ഇതിന് ഒരു മാറ്റം വേണമെന്ന് തോട്ടികൾ നിശ്ചയിക്കുന്നു. അവർ സംഘടിക്കുവാൻ തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകിയ പിച്ചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി അവൻ്റെ കുടുംബത്തെ അനാഥമാക്കുന്നു. അവർ സംഘടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ആ സംഘടിക്കാൻ തീരുമാനിച്ചതിനെ പിച്ചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി കുടുംബത്തെ അനാഥമാക്കുകയും ചെയ്യുന്നു. മഹാരോഗങ്ങൾ ഏറ്റവും മുന്നേ എത്തപ്പെടുന്നത് തോട്ടി കോളനികളാണ്. അഴുക്കുവാരി അഴുക്കിൽ ജീവിച്ച് അഴുക്കിൽ ഒതുങ്ങുന്ന ജീവിതത്തിൻ്റെക്ക് ദുരിതങ്ങൾ അല്ലാതെ പിന്നെ എന്ത് സംഭവിക്കാനാണ്? മഹാരോഗങ്ങൾ ഏറ്റവും ആദ്യം വരുന്നത് തോട്ടിക്കോളനികളിലായിരുന്നു. അഴുക്കുവാരി അഴുക്കിൽ ജീവിച്ച് അഴുക്കിൽ ഒതുങ്ങുന്ന ജീവിതത്തിനിടയ്ക്ക് ദുരിതങ്ങളല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. താഴെത്തട്ടിലുള്ള ഒരു വിഭാഗം ജനതയുടെ ശോചനീയമായ ജീവിതാവസ്ഥയും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പുമാണ് തോട്ടിയുടെ മകൻ എന്ന നോവലിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം. താഴേക്കിടയിലുള്ള ഒരു വിഭാഗം ജനതയുടെ ശോചനീയമായ ജീവിതാവസ്ഥയും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ നോവലിലെ മുഖ്യ പ്രമേയം. തോട്ടികളുടെ ജീവിതത്തെപ്പറ്റി തകഴി എഴുതിയപ്പോൾ മാത്രമാണ് ആ വിഭാഗത്തെപ്പറ്റി സമൂഹം അറിഞ്ഞത്. തോട്ടികളെ മനുഷ്യരായി കണക്കാക്കാത്ത ഒരു സമൂഹത്തിൻ്റെ നിന്ദ്യമായ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥയാണ് തോട്ടിയുടെ മകൻ എന്ന നോവലിൽ അനാവരണം ചെയ്യുന്നത്. തോട്ടികളെ മനുഷ്യരായി കണക്കാക്കാത്ത ഒരു സമൂഹത്തിൻ്റെ നിന്ദ്യമായ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥയാണിത്.
പട്ടണത്തിൻ്റെ ശുചിപാലകരാണ് കാലാകാലങ്ങളിൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് തോട്ടികൾ ചത്തൊടുങ്ങുന്നു. തോട്ടിക്കവൻ്റെ ശക്തി അറിഞ്ഞുകൂടാ. 2 ദിവസം അവർ പണിയെടുക്കാതിരുന്നാൽ നഗരം ചീഞ്ഞു നാറും. മേലാളന്മാർ മാളിക മുകളിലിരുന്ന് ശ്വാസം മുട്ടി മരിക്കും. അതുകൊണ്ട് തോട്ടിയുടെ കരുത്ത് കാട്ടാനും സംഘടനയുണ്ടാക്കാനും മുനിസിപ്പാലിറ്റി അധികാരികൾ അനുവദിക്കുന്നില്ല. ആദ്യമായി തോട്ടിപ്പണി എടുക്കുന്നവർക്ക് മുനിസിപ്പാലിറ്റി 2 മാസം ശമ്പളം കൊടുക്കാറില്ല. ആ തുക ഓവർസിയർ കണക്കെഴുതിയെടുക്കും. എത്ര ശമ്പളമാണെന്ന് പോലും കൃത്യമായി അവർക്ക് അറിയില്ലായിരുന്നു. ചോദിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമായിരുന്നു. വലിയവൻ്റെ വീട്ടിലെ മലവും മൂത്രവും കോരി മാറ്റാൻ തോട്ടി വേണം. അവന് ചിലർ പുളിച്ച ചോറോ പഴങ്കഞ്ഞിയോ വെള്ളമോ കൊടുത്തെന്ന് വരാം. സമ്പന്നൻ്റെ പരിഷ്കൃത ജീവിതത്തിൽ തോട്ടി എന്ന വിഭാഗം ആവശ്യമായിരുന്നു. പക്ഷേ മേലാളർ പാർക്കുന്നിടത്ത് അവരെ താമസിപ്പിക്കാൻ പാടില്ല. മേലാളർ നടക്കുന്ന വഴിയിൽ നടക്കാൻ പാടില്ല. തോട്ടി എന്തൊരു നാറ്റം എന്ന് നിന്ദിച്ച് അവനെ അകറ്റി നിർത്തുന്നു. ഇത്തരത്തിൽ പതിതവർഗത്തിന് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും അടിമത്തവും കാട്ടിത്തരുന്ന നോവലാണ് തോട്ടിയുടെ മകൻ. ജാതി വിവേചനത്തിനെതിരെ പൊയ്കയിൽ അപ്പച്ചൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ എന്തെല്ലാം. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റിയെന്ന് പൊയ്കയിൽ അപ്പച്ചൻ എഴുതുമ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനതയുടെയും ശബ്ദമായി കവിത മാറുകയാണ്. അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനതയുടെയും ശബ്ദമായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ. ലളിതമായ ഭാഷയും താളാത്മകതയും കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായിരുന്നു. ഗാനാത്മക ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. സാധാരണ ജനങ്ങളോടും സംവദിക്കുന്ന ഭാഷാശൈലിയും വിഷയഗൗരവം ചോർന്നു പോകാതെയുള്ള അവതരണവും കവിതയെ ഹൃദ്യവും ഗഹനവും ആക്കുന്നുണ്ട്. വിപ്ലവാത്മകതയും ധ്വന്യാത്മകതയും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സവിശേഷതകളാണ്. കേരളത്തിൽ പണ്ട് പാർത്തിരുന്ന ജനം എന്ന് എഴുതുന്നതോടെ കവിതയ്ക്ക് അതിൻ്റെ പ്രാദേശിക തലം കൈവരിക്കുന്ന കാഴ്ച. ചരിത്രത്തിലേക്കുള്ള ആഴമുള്ള നോട്ടമാണ് ഈ കവിതയുടെ സവിശേഷത. ചരിത്രത്തിലേക്കുള്ള ആഴമുള്ള നോട്ടം. കുറഞ്ഞ വരികളിൽ ആശയ തീവ്രതയോടെ ആലേഖനം ചെയ്ത വരികൾ കവിയുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെയും കവി ആർജിച്ചെടുത്ത ജീവിത ചിന്തയുടെയും ഭാഗമാണ്. വർത്തമാനകാല ഇന്ത്യൻ പരിസരത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ രചിച്ച ഈ വരികളുടെ പ്രസക്തി ഏറെയുണ്ട്. സാംസ്കാരിക മൂലധനമില്ലാത്ത ജനതയുടെ ചരിത്രത്തിലേക്ക് കവിത സമൂഹത്തെ കൊണ്ടുപോകുന്നു. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന അധികാര ബന്ധങ്ങളെ തുറന്നു കാട്ടുന്നു. പൊയ്കയിൽ അപ്പച്ചനെ പോലെ അത്രയധികം മാനസിക സംഘർഷം അനുഭവിച്ച മറ്റൊരു നവോത്ഥാന നായകനും കേരള ചരിത്രത്തിലില്ല. കെട്ടുനാറിയ ജാതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷ നേടി ഓരോരോ ഇടങ്ങളെ അഭയം പ്രാപിക്കുകയും അവിടെ നിന്നൊക്കെ നിരാശനായി മടങ്ങേണ്ടി വരികയും ചെയ്ത അദ്ദേഹത്തിന് ജീവിതം മനുഷ്യനായി മാത്രം കാണുന്ന ഒരാശയത്തെ തേടിയുള്ള പലായനമായിരുന്നു. അദ്ദേഹത്തിന് മനുഷ്യനായി മാത്രം കാണുന്ന ഒരാശയത്തിനെ തേടിയുള്ള പലായനമായിരുന്നുവെന്ന് പറയാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രോദ്ഘാടകനായ അദ്ദേഹം സഭയുടെ ജ്ഞാനവിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വംശത്തെ കണ്ടെടുക്കാനാണ് ശ്രമിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രോദ്ഘാടകനായിരുന്ന അദ്ദേഹം സഭയുടെ ജ്ഞാന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വംശത്തെ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അടയാളപ്പെടുത്താത്ത പോയ തങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കി അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ചരിത്രത്തിൽ ഇടമില്ലാത്ത ഒരു ജനതയുടെ കൂട്ടത്തിൽ വന്ന് ജനിച്ച പൊയ്കയിൽ അപ്പച്ചൻ തൻ്റെ വേദനകളെ രേഖപ്പെടുത്തുന്നു. ആ മുഴുവൻ ജനതയുടെയും ശബ്ദമായി അദ്ദേഹം മാറുന്നു. എൻ്റെ വംശത്തിൻ്റെ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉറുവിയിൽ ആരുമില്ലാതെ പോയല്ലോ എന്ന വിലാപം അദ്ദേഹം അനുഭവിച്ച വേദനയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചരിത്രത്തെ അന്വേഷിക്കുന്ന കവിതയാണ് കാണുന്നില്ലൊരക്ഷരവും. അത് രേഖപ്പെടുത്താത്ത ചരിത്രം ആലേഖനം ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. കൊല്ലവർഷം 1054 പൊയ്കയിൽ കുമാരഗുരു ജനിച്ചത്. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും മാർത്തോമാ സഭയിൽ ചേരുകയും ചെയ്തു. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച അദ്ദേഹം
ക്രിസ്തുമതം സ്വീകരിക്കുന്നു. തുടർന്ന് മാർത്തോമാ സഭയിൽ ചേരുന്നു. യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചതിന് ശേഷം സുവിശേഷ വേലക്കായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിന്നിരുന്ന സ്വാതന്ത്ര്യ അഭിവാഞ്ച സമുദായ പരിഷ്കരണത്തിൻ്റേതായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ പണിയുന്നതിനോട് യോജിക്കാൻ കഴിയാത്ത അദ്ദേഹം മാർത്തോമാ സഭയോട് വിട പറയുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ പണിയാൻ മാർത്തോമാ സഭ തയ്യാറാകുന്നതോട് യോജിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം മാർത്തോമാ സഭയോട് വിട പറഞ്ഞു. തുടർന്ന് ബ്രദർ മിഷനിലും വേർപാട് സഭയിലും ചേർന്നു. ക്രിസ്തു മതത്തിലും അവർണ സമൂഹം നേരിടുന്ന വിവേചനം കണ്ട് സ്വവർഗക്കാരുടെ ആത്മീയവും ഭൗതികവുമായ വിമോചനം ലക്ഷ്യമാക്കിയിട്ടാണ് 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS എന്ന പേരിലൊരു സ്വതന്ത്ര മതപ്രസ്ഥാനം സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇത് ക്രിസ്തുമതത്തിലും അവർണ സമൂഹം നേരിടുന്ന വിവേചനം കണ്ട് സ്വവർഗക്കാരുടെ ആത്മീയവും ഭൗതികവുമായ വിമോചനം ലക്ഷ്യമാക്കി സ്ഥാപിച്ചതാണ്. പ്രാസംഗികനും സഭാ സംഘാടകനുമായിരുന്നു. ദ്രാവിഡ ദളിതൻ എന്ന ആശയം ആവിഷ്കരിച്ച് അദ്ദേഹം ദളിതർക്കു വേണ്ടി ഒരു പള്ളി പണിയുന്നതിന് ശ്രമിച്ചു. പിന്നീട് സർക്കാർ അനുമതിയോടെ ദളിതർക്കു വേണ്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. കേരളത്തിലുടലെടുത്ത നവോത്ഥാന പ്രവർത്തനങ്ങളെ അതേപടി പിന്തുടരാതെ സാമൂഹിക വ്യതിയാനങ്ങളെ അധസ്ഥിതരുടെ പക്ഷത്തു നിന്ന് കാണാനും വിലയിരുത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. സുഖസമൃദ്ധമായ ഒരു ഇടമുണ്ടെന്ന പ്രസ്താവനകളിലൂടെയല്ല അദ്ദേഹം മുന്നോട്ട് പോയത്. സുഖസമൃദ്ധമായ ഒരു ഇടമുണ്ടെന്ന പ്രസ്താവനകളിലൂടെയല്ല അദ്ദേഹം മുന്നോട്ട് പോയത്. പകരം തലമുറകളായി അടിമകളാക്കപ്പെട്ട അധസ്ഥിത ജനതയുടെ യാഥാർത്ഥ്യങ്ങളെയും ജീവിതാവസ്ഥകളെയുമാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ അഭിസംബോധന ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. ദളിതർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നു? കാലങ്ങളായി ഹിന്ദുമതത്തിൻ്റെ ജാതി ദുരാചാര അനുഷ്ഠാനങ്ങളുടെ തിക്തഫലം അനുഭവിക്കുന്നവരായിരുന്നു അവർണ ജനവിഭാഗങ്ങൾ. കാലങ്ങളായി ഹിന്ദുമതത്തിൻ്റെ ജാതി ദുരാചാര അനുഷ്ഠാനങ്ങളുടെ തിക്തഫലം അനുഭവിക്കുന്നവരായിരുന്നു അവർണ ജനവിഭാഗങ്ങൾ. കൊളോണിയൽ ഭരണവും മിഷണറിമാരുടെ മതപ്രചാരണവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വ്യാപകമാകാൻ തുടങ്ങിയതോടെ ഹിന്ദു സമുദായത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭിക്കുമെന്ന് കരുതി അവർണ ജനവിഭാഗങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടങ്ങി. കൊളോണിയൽ ഭരണകാലത്ത് മിഷണറിമാരുടെ മതപ്രചരണം ഉണ്ടായിരുന്നു. അതുമല്ല, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വ്യാപകമായിരുന്നു. ഹിന്ദു സമുദായത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതി ധാരാളം അവർണ ജനവിഭാഗങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. ദളിതരുടെ ഇടയിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഭാഗത്തെയാണ് ദളിത് ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദളിതരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുണ്ട്. അവരെ ദളിത് ക്രൈസ്തവർ എന്നാണ് അവരെ വിളിക്കുന്നത്. ദളിതരല്ലാത്ത ക്രൈസ്തവരിൽ നിന്നും ക്രൈസ്തവരായ ദളിതരെ വേർതിരിച്ച് കാണുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗം നടത്തിയിരുന്നത്. ഹരിജൻ ക്രൈസ്തവർ, പുലയ ക്രൈസ്തവർ, മർദ്ദിത വർഗ ക്രൈസ്തവർ, പറയ ക്രൈസ്തവർ, അവശ ക്രൈസ്തവർ എന്നിങ്ങനെയൊക്കെ വ്യത്യസ്ത പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഒട്ടാകെ ദളിതർ എന്ന അവർണ സമൂഹത്തെ വിളിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് മാറിയ ദളിതർ ക്രൈസ്തവ ദളിതർ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. മിഷണറിമാരാണ് മുഖ്യമായും ക്രിസ്തുമത സന്ദേശം ദളിതരുടെ ഇടയിൽ പ്രചരിപ്പിച്ചത്. ബാസൽ മിഷണറിമാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. ജാതിയുടെ പേരിൽ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ ജനവിഭാഗങ്ങൾക്ക് ജാതിഭേദമന്യേ വിദ്യാഭ്യാസം നേടാനും മതവിശ്വാസങ്ങൾ ഏർപ്പെടാനുമുള്ള സൗകര്യം മിഷണറിമാർ ഒരുക്കി. മതം പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെ ദളിതർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടിയും അവർ പ്രവർത്തിക്കുകയുണ്ടായി. മറ്റുള്ള ജനങ്ങളെ പോലെ അവകാശമുള്ളവരാണ് തങ്ങളെന്ന ബോധമുണ്ടാക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു. മിഷണറിമാർ സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചപ്പോൾ ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും അവിടെ വിദ്യ അഭ്യസിക്കുന്നതിനായി അനുവദിച്ചു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടും ദളിത് ക്രൈസ്തവർക്ക് അവിടെ വലിയ പരിഗണനയൊന്നും ലഭിച്ചതായി കാണുന്നില്ല. സഭാ ഭരണത്തിലും ആരാധനാക്രമത്തിലും ദളിത് ക്രൈസ്തവർക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല. അതവരിൽ നിരാശ ഉണ്ടാക്കി. ജാതി വിവേചനങ്ങൾക്കെതിരെ കേരളത്തിലെ ദളിത് ക്രൈസ്തവർ സംഘടിതമായി പ്രവർത്തനങ്ങളിൽ പിൽക്കാലത്ത് ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.